ശങ്കരാചാര്യർ AD 788 ജനിച്ച് 820 അന്തരിച്ചു. കാലടിയിൽ ജനിച്ചു. പിതാവ് ശിവഗുരു, മാതാവ് ആര്യാമ്പ. പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശങ്കരാചാര്യർ. ജഗദ്ഗുരു, ബാലശങ്കരൻ, ഹിന്ദുമതത്തിലെ അക്യുനാസ്, ഇത്തരം പേരുകളിൽ അറിയപ്പെട്ടത് ശങ്കരാചാര്യരായിരുന്നു. ശങ്കരാചാര്യരുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ഗുരു ഗോവിന്ദപാദറായിരുന്നു. ശങ്കരാചാര്യരുടെ പ്രഥമ ശിഷ്യനായിരുന്നു പത്മപാദർ. ശങ്കരാചാര്യർ ആവിഷ്കരിച്ച ദർശനമാണ് അദ്വൈത ദർശനം. ശ്രീ ശങ്കരാചാര്യ സർവകലാശാല സംസ്കൃത സർവകലാശാല കാലടിയിലാണ്. ഇന്ത്യയിലെ ആദ്യ സംസ്കൃത ചലച്ചിത്രം ആദിശങ്കര. എല്ലാ ഭാരതീയ ദർശനങ്ങളുടെയും പൂർണ്ണത എന്ന് പറയുന്ന ദർശനമാണ് അദ്വൈത ദർശനം. ശ്രീ ശങ്കരാചാര്യർ തർക്കങ്ങളിൽ തോൽപ്പിച്ച വ്യക്തിയായിരുന്നു മണ്ഡനമിശ്രൻ. മണ്ഡനമിശ്രൻ പിൽക്കാലത്ത് ശങ്കരാചാര്യരുടെ ശിഷ്യത്വം സ്വീകരിച്ച് സുരേശ്വരൻ എന്ന നാമം സ്വീകരിച്ചു. ശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറിയ ക്ഷേത്രമാണ് ശാരദാക്ഷേത്രം. കാശ്മീരിലാണ് ശാരദാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശങ്കരാചാര്യരുടെ ആദ്യ വേദാന്ത കൃതിയായിരുന്നു ഭജഗോവിന്ദം. കേരളം പരാമർശിച്ചിട്ടുള്ള ശങ്കരാചാര്യരുടെ കൃതിയാണ് ശിവാനന്ദലഹരി. തൃശ്ശൂരിൽ ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠങ്ങളിലെ ആദ്യകാല അധ്യക്ഷന്മാരായിരുന്നു ആനന്ദഗിരി, സുരേശ്വരൻ, ഹസ്തമാലകൻ, പത്മപാദർ എന്നിവർ. ശങ്കരാചാര്യർ 267 ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. തത്വചിന്താ ദിനമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചത് ശങ്കരാചാര്യരുടെ ജന്മദിനമാണ്. ശ്രീ ശങ്കരാചാര്യരുടെ സമാധി സ്ഥലമാണ് കേദാർനാഥ്. ശങ്കരാചാര്യർ സമാധിയായ വർഷം AD 820. ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠങ്ങൾ: വടക്ക് ജ്യോതിർമഠം ബദരിനാഥിൽ, കിഴക്ക് ഗോവർദ്ധന മഠം പുരി ഒഡീഷ, തെക്ക് ശൃംഗേരി മഠം കർണാടക, പടിഞ്ഞാറ് ശാരദാമഠം ദ്വാരക ഗുജറാത്ത്. ശ്രീ ശങ്കരാചാര്യരുടെ പ്രധാന കൃതികൾ: വിവേകചൂഡാമണി, സൗന്ദര്യലഹരി, ശിവാനന്ദലഹരി, ആനന്ദലഹരി, യോഗതാരാവലി, അപരോക്ഷാനുഭൂതി, നവരത്നമാലിക, മനീഷാപഞ്ചകം, അദ്വൈത പഞ്ചരത്നം, അദ്വൈതാനുഭൂതി, ബ്രഹ്മാനുചിന്തനം, പ്രശ്നോത്തര രത്നമാലിക, ഉപദേശപഞ്ചകം, ജീവമുക്താനന്ദലഹരി, ധന്യാഷ്ടകം, യതിപഞ്ചകം, തത്വോപദേശം, ആത്മബോധം, മായാപഞ്ചകം, പ്രൗഢാനുഭൂതി, ഉപദേശസാഹസ്രി, വാക്യവൃത്തി, നിർവാണാക്ഷകം, ഗൗരീദർശകം, പ്രബോധസുധാകരം, ഗണേശ പഞ്ചരത്നം, ലളിതാ പഞ്ചരത്നം, അഥർവശിഖ, അഥർവശിരസ്, പ്രപഞ്ചസാരം, കാശീപഞ്ചകം, മോഹമുദ്ഗാരം, അച്യുതാഷ്ടകം, കൃഷ്ണാഷ്ടകം, ഗോവിന്ദാഷ്ടകം.